എന്നാലും തരൂർ ചെയ്തത് വല്ലാത്ത ചെയ്ത്തായിപ്പോയി. AICC ഓഫീസിന്റെ മുന്നിൽ വിളിച്ചു വരുത്തി ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചയച്ചതാണ്. വന്ന് അങ്ങോട്ട് ഇറങ്ങണേന് മുന്നോടിയായിട്ട് പിണറായി വിജയനെ കുറിച്ചൊരു ചോദ്യം വീണ്ടും ഇന്ത്യൻ എക്സ്പ്രസ് വിളിച്ച് ചോദിച്ചു. ഉള്ളിൽ പിണറായി വിജയനോട് വല്ലാത്ത ആരാധനയുമായി നടക്കുന്ന തരൂർ പറഞ്ഞ വാചകങ്ങൾ, ഓരോ വാക്കും സതീശന്റെ സുധാകരന്റെ നെഞ്ചത്തടിച്ച ആണിയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണലാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് കൂടിയാണ്. സഹിക്കൂ. I do respect Pinarayi Vijayan. I think he's a very efficient and serious person. And I have found in all the issues that I've dealt with him, he's a no-nonsense person. He knows the issues he's talking about, or he listens patiently if he doesn't know. And you can rely. If he gives you his word, it's done. If a particular problem must be attended to, he'll give it the focus it deserves. He's a very professional person. In fact, in many ways, he is unusual for an Indian politician in that he is so professional in his attitude to work. I'm sure that he has his ideology and so on, not in his party. I don't see all of that. But I see him as a chief minister, and I go to him as an MP, and I have this issue, that issue, whatever. I found him very, very straightforwardly accessible. And to discuss issues with, which I've done repeatedly, national issues, international issues, whatever, I found him very easy to talk to. I'm not saying that we agree with everything he stands for or embodies. Frankly, maybe Kerala could use some more of that. എങ്ങനെയെങ്കിലും പച്ച നുണകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ പൈസ കൊടുത്ത് പ്രചരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഇമാതിരി മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു പിണറായി ഫാൻ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാകില്ല. അതും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഒരു വിശ്വപൗരൻ അദ്ദേഹത്തിനെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. ഓരോ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സമീപനവും, ഓരോ വിഷയത്തിൽ കേൾക്കാനുള്ള ക്ഷമയും, അതിൽ ഇടപെടാനുള്ള ശേഷിയും, ഓരോന്ന് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ഉൾപ്പെടെ ഒരു പ്രൊഫഷണൽ ലീഡറാണെന്ന് ശശി തരൂർ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇനി ഇവരെല്ലാം വായ്ത്താരി ഇടുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇവർ ഇത്രയും കാലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ റദ്ദാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യും മല്ലയ്യ, തേഞ്ഞൊട്ടിയല്ലോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും കോൺഗ്രസുകാർക്ക് മുഴുവൻ ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ട്രാൻസ്ലേറ്റർമാരെയും തേടി ഓടി നടക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് മൊഴിമാറ്റി പറഞ്ഞു കൊടുക്കാൻ. കാര്യം തരൂറിന്റെ ലാംഗ്വേജാ കടുകട്ടി ലാംഗ്വേജും, ഒപ്പം ആ പ്രൊനൗൺസ് ചെയ്യുന്ന സ്റ്റൈലും. അത് പിന്നെ ഇന്ന് വരെ സുധാകരൻ അത് കേട്ടിട്ട് ഒരു വാക്ക് പിടികിട്ടിട്ടില്ല. സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ ജഗതി തമിഴ് പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും പോലെയാണ് ഡിക്ഷണറി ആയിട്ട് ഇന്നലെ രാത്രി മുതൽ ഇതിന്റെ പുറകിലിരിക്കുന്നത്. ആ ഓരോ വാക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ മിക്കവാറും തെരഞ്ഞെടുപ്പ് കഴിയും. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കും ഇംഗ്ലീഷ് ബോധ്യപ്പെടുന്നവർക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് മൂന്നാം തവണയും കേരളം പിണറായി വിജയൻ തന്നെ ഭരിക്കണമെന്നുള്ള ഒരു പൊതുവികാരം ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ, പ്രൊഫഷണലായിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള വിശ്വപൗരനെന്ന് കോൺഗ്രസുകാരും ഈ നാടും ഒന്നടങ്കം പറയുന്ന ഒരു വ്യക്തി പറയുകയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഒരു ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഓരോ വിഷയത്തിൽ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ട് ഒറ്റ വാക്കിൽ തന്നെ പിണറായിയെ വീണ്ടും വിളിക്കാം ദ ക്യാപ്റ്റൻ. ഒരു സംശയമില്ല. അത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള ഇത്രയും നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒരു ദേശീയ മാധ്യമത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു പൊന്തൂവൽ ഇനി എന്താണ് പിണറായിക്ക് കിട്ടേണ്ടിയിരിക്കുന്നത്? ഈ ഒരൊറ്റ വാചകം മതിയല്ലോ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ കേരളം ഭരിക്കണമെന്ന ആവശ്യത്തിനുള്ള ഉത്തരം കൂടിയായി മാറിയെന്ന് വളരെ വ്യക്തമായി പറയാൻ കഴിയും.